പിള്ളേര് ഭയങ്കര ഹാപ്പി ആട്ടോ. കല്യാണം ഒരു രസമുള്ള പരിപാടിയല്ലേ? കഴിച്ചു നോക്ക്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്റെ ഭാര്യ. ഹലോ, എന്തൊക്കെയുണ്ട്? ചേട്ടൻ എവിടെയാ? എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? ഞാനേ ഭയങ്കര തിരക്കായി പോയി. നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണൊന്ന് ഫ്രീ ആയത്? ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് വരാം, വിളിച്ചിട്ടേ. വരണേ. ശരി. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോടോ. ഭാര്യയുടെ പേര് മോളൂന്ന്. ഇല്ല, അതെന്റെ മൊബൈൽ എടുത്ത് അവളെ സേവ് ചെയ്ത് വെച്ചാ. ശരിക്കും കല്യാണം ഒരു കലക്കം പരിപാടിയാണ് അല്ലേ? കാറ്റും കൊണ്ടിരിക്കുക ആശാര്. നിന്നെ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലോടെ. കാർ ഞാൻ വിറ്റ് ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങള് പൂത്ത കാശുണ്ടാക്കിയവരൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അറിഞ്ഞോ? പിന്നെ നമ്മൾ തമ്മിൽ ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടുകളാ. എടാ, ഫണ്ട് ഓവർഫ്ലോനെ കുറിച്ച് ഇങ്ങോട്ട് പലിശടാ. നീ പൊക്കോ, കുറച്ച് സന്തോഷിച്ചിരിക്കുക. അതെ, ശരിയാ. ഒരു ഉളുപ്പില്ലാത്ത നാറികളല്ലേ. പലിശയും പലിശയുടെ പലിശയും കൊണ്ട് ഉണ്ടാക്കിയ കാശ. ബൈക്കുണ്ട്, അയാളെ പുറകെ വന്നാ മതി. പിന്നല്ലോ. ഓ, വരൂല്ലേ? വരാം വരാം. ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയും. ആലോചിക്കാൻ കുറച്ച് സമയം തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകളെ അവന് തന്നെ കൊടുത്തേനെ. പക്ഷെ ഞാനൊന്ന് എതിർത്തപ്പോഴേക്കും ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ എന്നോടും എൻ്റെ മകളോടും അവനിത് ചെയ്യില്ലായിരുന്നു. $1 കോടി അവൻ എന്നോട് ചോദിച്ചത്. എന്തിന്? ബ്ലാക്ക് മെയിലിംഗ്. കഴിഞ്ഞ 1 മാസമായിട്ട് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. സഹിക്കാൻ പറ്റാത്ത ടോർച്ചറിങ് ആണ്. ഈ പെൻഡ്രൈവ് അവൻ എനിക്ക് തന്നതിന് ശേഷം ഇതിലെന്താ? അതിലെന്തോ വീഡിയോ ആണ്. അവൻ്റെയും എൻ്റെ മോളുടെയും. സാറിനത് മോളോട് പറഞ്ഞോടെ? അവള് പിന്നെ അത് മനീഷിനോട് ചോദിച്ചാൽ ആ പെൻഡ്രൈവിലുള്ളത് ലോകം മുഴുവൻ കാണും. അവനതെന്നോട് പറഞ്ഞിട്ടുണ്ട്. സർ, ഞങ്ങളിപ്പോ നീ എവിടെത്തി? വേഗം വാ. ഒന്നും വാങ്ങണ്ട, നീ വേഗം നീ എത്തിയാ മതി. ശരി ശരി. എത്തി.
പ്രശ്നം? ചേട്ടന്മാരെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് നിങ്ങൾ കാര്യം പറ. ജീന, ഇതെന്താ ബ്ലഡ്? ഒന്നുമില്ല, നീ വാ. മനീഷ്, ജീന, നീ വാ. നീ എന്താ പറ്റിയത് പറ. ഞാൻ പറയാം, നീ വണ്ടി കേറ്. വണ്ടി എടുക്കും, വണ്ടി എടുക്കും. ഇവൻ കാണിച്ച വൃത്തിയാണ് എന്താണെന്നറിയോ? അറിയോ? എനിക്കറിയാം. പ്ലീസ് 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 പ്ലീസ്. ജീന, ജീന, നമുക്കിത് വേണം. I'm really not sure about this. ഇപ്പൊ നീ ഇത് ചെയ്യേ. We'll see later. പറ. മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ ഡാഡി സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ഡാഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. മനീഷിന്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഡാഡിക്കൊരു പ്രശ്നമായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും തോന്നിയത്.
അങ്ങനെ ചെയ്ത ഡാഡി സമ്മതിക്കുന്ന ഞങ്ങൾ കരുതിയത്. ആ മനുഷ്യന്റെ സങ്കടം എന്താ നിനക്കറിയോ? നീ എന്തിനാണ് ഒരു കോടി രൂപ ചോദിച്ചത്? ചേട്ടാ ഞങ്ങളത് അങ്ങനെ ഉദ്ദേശിച്ചു നീ ചോദിച്ചില്ല, നീ പൈസ ചോദിച്ചോ ഇല്ലയോ? അതെന്റെ സെൽഫിഷ്നെസ് ആയിരുന്നു. ഞങ്ങൾക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം, അത് ആവശ്യമായിരുന്നു. സർ, പിള്ളേർക്കെല്ലാം കുറ്റബോധമുണ്ട്. മോളോട് ദേഷ്യം തോന്നരുത് സാർ. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? സാറിന് തരാറടക്കമുള്ള കടങ്ങൾ കുറേ ഉണ്ട്. അത് തീർക്കണം. കുറച്ചാണെങ്കിലും കടം ബാക്കി നിന്നാൽ അത് പെരുകും. ജീവിതത്തിൽ ഇനി ഒരിക്കലും മനസ്സമാധാനം തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ. അതെനിക്ക് തിരിച്ചു തന്നത് നിങ്ങളാ. പണം ഞാൻ തരാം. വേണ്ട, അത് ശരിയാവില്ല സർ. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. മോളുടെ കാര്യം ഒരു മകളും ഒരച്ഛനോട് ചെയ്യാൻ പാടില്ലാത്തല്ലേ അവൾ എന്നോട് ചെയ്തു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ അവസാനിച്ച കാര്യങ്ങള്. സാറേ വേണ്ട ചേട്ടാ. കുറച്ച് കഴിയുമ്പോൾ ശ്രീമാൻ സാറ് സമ്മതിക്കുമായിരിക്കും പിള്ളേരെ. സാറേ, ഞാൻ അന്ന് തന്ന ലോട്ടറി ഇല്ലേ, അങ്ങ് കടിച്ച്. ലോട്ടറി അടിച്ചാ? ആ ലോട്ടറിയുടെ ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾക്ക് അടിക്കുന്നു. എന്റെ കൈ അങ്ങനെ മോശമായിരുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. വേടിക്ക്. കാണുന്നില്ല. ഇനി എന്ത് കാണില്ലേ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യമില്ല. ഗിരിയേട്ടാ, ചോറ്റാനിക്കരമ്മയ്ക്കുള്ള മറക്കല്ലേ. കിട്ടിയോ? ഇത് തന്നെയാണ് സാധനം. 3000 റുപ്യ അടിച്ചേ. ഇത് 3000 രൂപ? 2970 റുപ്യ ലാഭല്ലേ? 30 റുപ്യല്ലേ മുടക്കിയുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും നല്ല മനുഷ്യന്മാരുണ്ടോ? എന്തായാലും ഇവർക്ക് നല്ലത് വരട്ടെ. ശ്രീകാന്ത്, ഇങ്ങനെ തെറി വിളിക്കല്ലേ. നിങ്ങളെ വിളിക്കാനായി ഞാൻ ഫോൺ എടുക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് സാവകാശം തരണം. എന്റെ കയ്യിൽ കാശ് വന്നാൽ ഞാൻ ഉടനെ അവിടെ കൊണ്ടെത്തിച്ചോളാം. വയ്ക്കല്ലേ. അതെ, ദൈവത്തെ ഓർത്ത് ക്ലാസ് നടക്കുമ്പം അവിടെ കയറി വന്ന് പലിശ കാശ് ചോദിക്കല്ലേ. നാളെ കേടാ. ജീവിത വിജയത്തിന് കൃത്യസമയത്ത് സ്വർണ്ണ പറയണം. അടിപൊളിയായിരിക്കും. പിടിയെല്ലാം മുറുകുന്നേ, കുടയെല്ലാം നിവരുന്നേ, അതിരില്ലാതളവില്ല സ്വപ്നം പോലെ. അതിരെല്ലാം മായാനായി, മതിലെല്ലാം മറയാനായി, സ്വപ്നത്തെ സ്നേഹിക്കാം. സ്വപ്നം ചേട്ടാ, തണുത്ത്